ദിസ് ഇസ് ദ ഡേ 2 ആൻഡ് നമുക്ക് ഇന്ന് രണ്ട് മൂന്ന് പരിപാടി ഉണ്ട്. ഇന്നാണ് റിസപ്ഷൻ ആൻഡ് ഓൾസോ നമ്മൾ ഇന്ന് ബാലയുടെ വീട്ടിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോണേ. വെഡിങ് ഈസ് ഹാപ്പനിങ്. അപ്പോ ഇപ്പൊ അറൌണ്ട് ഒരു 6:00 6:15 എന്തോ ആയിട്ടുണ്ട്. ബൈ 8 വി ഹാവ് ടു ഗോ ഔട്ട്. സോ ദ ഫസ്റ്റ് ഔട്ട്ഫിറ്റ് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇടാന്ന് ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ ചെയ്ത് വരുമ്പോൾ സിമ്പിൾ ആവോ ഹമ്പിളാവോ എന്നൊക്കെ അറിയില്ല. സോ യാ, ഇന്നത്തെ പരിപാടി വന്നിട്ട് ഗ്രൂമിനെ വെൽക്കം ചെയ്യലാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ്. വേർ ദ എൻറ്റയർ ഫംഗ്ഷൻ ഇസ് ഗോയിങ് ടു ഹാപ്പൻ. സോ രാവിലത്തെ ലുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് എല്ലാവരും ചെയ്തത്. Groom invite is there, bride invite is not there. But anyway, நீ போகும்போது அந்த ஆர்த்தி எங்க ஹாஸ்டல் ரூம் இருக்கும். அவங்க ஃபீல் பண்ணிட்டு இருக்கா, நான் இங்க ரெடி ஆயிட்டேன். ആൻഡ് രാവിലത്തെ മേക്കപ്പും അത് കഴിഞ്ഞിട്ടുള്ള ഒരു പരിപാടിയുടെ മേക്കപ്പും അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും എല്ലാ ഫാമിലിയും കൂടി ഇനി ഇവിടെ നിന്ന് നമ്മുടെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ ഒരു ടെമ്പിളാണ്, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ. സോ വി ആർ ഗോയിങ് ദെയർ ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ് അറ്റ് ദിസ് പോയിന്റ്. കാരണം എല്ലാം ആദ്യമായിട്ടാണ്. കാരണം എനിക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ വെഡ്ഡിങ് ആദ്യമായിട്ടാണ് നടക്കുന്നത്. ആൻഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം ഭയങ്കര രസമായിരുന്നു. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ക്ലോസ് ഫാമിലിയാണ് എല്ലാവരും പോയത്. ആൻഡ് അവിടെ എത്തിക്കഴിഞ്ഞ് ഫുൾ ഡാൻസ് പരിപാടി. എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിനൊക്കെ ശേഷം സ്കൂളിൽ നിന്നൊക്കെ ശേഷം ഇപ്പോഴാണ് മര്യാദയ്ക്ക് എല്ലായിടത്തും പോകുമ്പോൾ ഇങ്ങനെ ബസ്സിലൊക്കെ നിന്ന് തുള്ളിച്ചാടണേ. ആൻഡ് ആൻറ്റി അങ്കിൾ വാസ് സോ റിയലി ഹാപ്പി. ഐ മീൻ എല്ലാ സ്ട്രെസ്സിൻ്റെ ഇടയിലും ദേ വർ റിയലി ഹാപ്പി. ആൻഡ് ദിസ് ഇസ് വെയർ ദ ഇവൻറ്റ് വാസ് ഹാപ്പനിങ്. രാവിലെ അവരെ ഇൻവൈറ്റ് ചെയ്യലായിരുന്നു പരിപാടി. സോ ദ ഗ്രൂം ഈസ് ഗോയിങ് ടു ബി ഇൻവൈറ്റഡ്. ആൻഡ് അതിനുശേഷം നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്തത്. ഞങ്ങൾ ടെമ്പിളിലൊക്കെ പോയി വന്നു. ഈ സമയം കൂടെ അമ്പലത്തിലൊക്കെ പോയി വന്നേ. ആൻഡ് അമ്പലത്തിന്റെ ഉള്ളിൽ ഫിലിം ചെയ്യാൻ പറ്റില്ല, സോ അത് ഞാൻ ചെയ്തിട്ടില്ല. ആൻഡ് ഇപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞ സംസ്കൃതി വരും. പിന്നെന്താ, ഗ്രൂമിനെ റിസീവ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഭയങ്കര പാട്ടൊക്കെ ഇട്ട് ഭയങ്കര സംഭവമല്ലേ, ഭയങ്കര ഫീലൊക്കെ. പിന്നെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും പ്ലാൻ പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫുൾ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ. അതൊക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഗ്രൂമിൻ്റെ ഇൻവൈറ്റ് അടുത്ത വ്ളോഗിലായിരിക്കും. സോ സീ യു ഇൻ വ്ളോഗ് 4.